ഹായ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ? ഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സീമു വിരലും നീടിച്ചപ്പോൾ എവിടെ നിന്നൊക്കെയോ കുറേ ജെല്ലി സ്പിൻസ് വന്ന് സീമുവിൻ്റെ കൂടെയുള്ള ആളുകളിലേക്ക് ബാക്കി എല്ലാവരെയും അറ്റാച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ലിങ്കിന് പോലും എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു. ചെറിയ കുട്ടിയാണെങ്കിലോ ചേച്ചി അടിപൊളിയായിട്ടുണ്ട് മാജിക് എന്നൊക്കെ പറഞ്ഞ് നല്ല പുകഴ്ത്തലാണ്. ലിങ്ക് ഇനി ഇവിടെ നിൽക്കേണ്ട, എന്താ സംഭവിക്കുന്ന അറിയില്ല എന്ന് പറഞ്ഞ് വേഗം അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഒടുവിൽ അവർ ദുവാൻഷുള്ള സ്ഥലത്തേക്ക് എത്തി. അവരവിടെ എത്തിയതും ഇനിയും വീണ്ടും അറ്റാക്കിന് വന്നവരാണോ എന്ന് പേടിച്ച് എല്ലാവരും ഇതാരാണെന്ന് ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ലിങ്കിനെ കണ്ടതും ദുവാൻഷിൻ്റെ കൂടെയുള്ള ആളാണെന്ന് മനസ്സിലായിട്ട് എല്ലാവർക്കും സമാധാനമായി. എങ്കിലും കുറേ ആളുകളൊക്കെ പേടിച്ച് വാതിലടച്ച് പോകുന്നുമുണ്ട്. സീമു ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ദുവാൻഷുവിനോട് സീമുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയപ്പോൾ ആരൊക്കെ അറ്റാക്ക് ചെയ്തുവെന്നും അവരെയൊക്കെ ലിങ്ക് അടിച്ചോടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അവനെ സംശയിക്കണ്ടല്ലോ എന്നുകൂടി പറയുന്നു. എന്നാൽ അവളെ ആർക്കാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നായിരുന്നു ദുവാൻഷു ഓർത്തത്. അങ്ങോട്ട് വന്ന ലിങ്ക് ഞാനല്ല ഇതൊന്നും ചെയ്തതെന്ന്, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ദുവാൻഷു ആണെങ്കിൽ കുഴപ്പമില്ല, സീമ ഇവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് സീമ കറക്റ്റ് പുറത്തേക്ക് ഇരുന്നത്. നിനക്ക് നല്ല ഭാഗ്യമാണല്ലോ, എപ്പോഴും ആരെങ്കിലുമൊക്കെ നിന്നെ രക്ഷിക്കാൻ വരും എന്ന് ദുവാൻഷു പറയുമ്പോൾ, ആ ശരിയാണല്ലോ, എനിക്ക് നല്ല ഭാഗ്യമാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ മരിച്ചു പോയിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്റ്റൈലായിട്ട് വരുമ്പോഴേക്കും അവൾ നേരെ വഴിക്ക് താഴെ വീഴും. പക്ഷേ വീഴുന്നതിന് മുമ്പ് തന്നെ ദുവാൻഷു അവളെ വന്ന് പിടിക്കുകയും ചെയ്യും. സീമു, നിനക്ക് നല്ല പനിയുണ്ടല്ലോ, ഇതുപോലും നിനക്കറിയില്ലേ എന്ന് ദുവാൻഷു ചോദിക്കുന്നു. അയ്യോ നല്ല പനിയുണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ബോധം കെട്ട് വീഴുമ്പോലെ അഭിനയിക്കുന്നു. സീമുവിനെ അവിടെ നിന്ന് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഡോക്ടർ നോക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും ആ ചെറിയ കുട്ടി ഓടി വന്ന്, ചേച്ചി ഇവിടെ ഉള്ളിൽ വെച്ച് ഏറ്റവും വലിയ വീടാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടറാണെങ്കിലോ കൺഫ്യൂഷനായിട്ട് തലവേദനയുണ്ടോ, മേലുവേദനയാണോ, വയറുവേദനയാണോ അങ്ങനെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അവളാണെങ്കിൽ എല്ലാത്തിനും ആ ആ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറാണെങ്കിലോ അവൾക്ക് പറയുന്നതിനൊക്കെ മരുന്ന് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഒടുവിൽ ദുവാൻഷു തന്നെ നല്ല മരുന്ന് ഏതെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് കൂടി മേടിച്ചു കൊണ്ടിരുന്നു. സുഖമില്ലാതെ ഇരിക്കുന്നവരൊക്കെ ജനറൽ നേരിട്ട് പോയിട്ടാണോ മരുന്ന് മേടിച്ചു കൊണ്ടുവന്ന് എടുക്കുന്നത് എന്നൊക്കെ സീമ അവനെ കളിയാക്കുന്നുണ്ട്. നീയല്ലേ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിന്നെ ശ്രദ്ധിക്കാതിരിക്കുക എന്ന് ദുവാൻഷു പറയുമ്പോൾ പെട്ടെന്ന് അവളുടെ മരുന്ന് തരപ്പിൽ കയറി സീമ അത് മുഴുവൻ അവൻ്റെ മുഖത്തേക്ക് തുപ്പുന്നു. അയ്യോ മുഖം മൊത്തം മരുന്നായല്ലോ എന്ന് പറഞ്ഞ് സീമ വേഗം അത് അവൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ തുടച്ചു കൊടുത്തിട്ട് പിന്നെ, ഓ ഇവൻ്റെ മുഖം കാണാൻ എന്തൊരു ഭംഗിയാണ്, നല്ല സ്ട്രക്ചർ, ഈ ജോലൈനൊക്കെ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ തലയോട്ടി എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നീ ശരിക്കും ആരാണ്? നിനക്ക് 5 സെൻസും ഇല്ലേ? ഒന്ന് നിനക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ലേ? നീ ആരാണ് എന്നൊക്കെ ദുവാൻഷു ചോദിക്കുമ്പോൾ, എന്തായാലും നിന്നേക്കാൾ ചെറുതൊന്നുമല്ല, നീ എല്ലാവരുടെയും മുന്നിൽ ദുവാൻഷു ആണെന്ന് പറഞ്ഞ് അഭിനയിക്കുകയല്ലേ? നീ ദുവാൻഷുവേ അല്ല, നീ അവൻ്റെ പേരിലല്ലേ ജീവിക്കുന്നത്. നിനക്ക് ഒരുപാട് കാര്യത്തിൽ അറിവുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ ആ റെഡ് കളർ പറവയൊക്കെ പറത്തിവിട്ടത്. അതേപോലെ ഈ സമയത്ത് നമ്മൾ രണ്ടുപേരും എന്തായാലും ഒരേപോലെ മാസ്ക് ഇട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വെറുതെ എന്തിനാണ് ഇപ്പോൾ അതൊക്കെ പറയുന്നത്? ഞാനിനും ചിലപ്പോൾ നിന്റെ എതിരാളികളോടൊപ്പം കൂടി നിനക്കെതിരെ തന്നെ തിരിഞ്ഞാലോ എന്നൊക്കെ സീമു ചോദിക്കുന്നു. നീ അങ്ങനെയൊന്നും ചെയ്യില്ല, കാരണം എൻ്റെ അത്രയും നല്ല ഭംഗിയുള്ള മുഖമൊന്നും അവിടെയുള്ളവർക്കില്ലല്ലോ. അപ്പോൾ നീ എങ്ങനെ യുദ്ധത്തിൽ തോറ്റുപോയാലോ എന്ന് ദുവാൻഷുവിനോട് ചോദിക്കുമ്പോൾ, ഞാൻ തോൽക്കുകയും അതൊന്നും ഒരിക്കലുമില്ല, ഞാനെല്ലാം ജയിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് നല്ല ലക്കാണ് എന്ന് ദുവാൻഷു പറയുന്നു. അപ്പോൾ യഥാർത്ഥ ദുവാൻഷുവിന് തീരെ ലക്കില്ലേ എന്ന് സീമു തിരിച്ചു ചോദിക്കുന്നു. അത് കേട്ട് ഒന്നും പറയാതെ ദുവാൻഷു അവിടെ നിന്ന് പോകുന്നു. ചെറുപ്പത്തിൽ ഭക്ഷണത്തിന് പോലും പൈസയില്ലാതെ ആരൊക്കെയോ ദുവാൻഷുവിനെ തല്ലിയതൊക്കെ ഓർത്തുകൊണ്ട് അവനങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് അവൻ്റെ 2 അസിസ്റ്റന്റുമാരില്ലേ, അതിലാ പെണ്ണ് ചെക്കന് എന്തോ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അവന് യുദ്ധത്തിൽ മുറിവ് പറ്റിയിട്ടാണെന്ന് തോന്നുന്നു. ഏയ് വേണ്ട നീ തന്നെ വെച്ചോ എന്ന് അവൻ പറയുമ്പോൾ, സാരമില്ലടാ നീ തന്നെ വെച്ചോ എന്ന് അവളും പറയുന്നു. അവനെന്തോ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് തോന്നുന്നു അവളോട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ സീമു ഇല്ലേ, അവളെ കാണാൻ എങ്ങനെ ഭംഗിയൊക്കെ ഉണ്ട് എന്ന് ആ പെണ്ണ് ചോദിക്കുമ്പോൾ, ആ പിന്നെ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് അവനും പറയുന്നു. ഓ നിന്നോടൊക്കെയാണല്ലോ ഞാനിത് ചോദിക്കാൻ വന്നത്, നീ തന്നെ അത് വെച്ചോ, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഇനി എൻ്റെ പിന്നാലെ വരണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ പോകുന്നു. സീമുവിനാണെങ്കിലോ റൂമിലിരുന്ന് നല്ല ബോറടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവൾ മെല്ലെ എഴുന്നേറ്റ് ദുവാൻഷുവിൻ്റെ റൂമിലേക്ക് പോയി.
ഇൻവിസിബിളായിട്ടാണ് ആൾ പോയത്. അതുകൊണ്ട് ധുവാൻഷുവിന് കാണാനും പറ്റുന്നില്ല. അവൾ വെറുതെ അവനൊന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് മെല്ലെ അയക്കാൻ തുടങ്ങി. അവനാണെങ്കിലോ ആദ്യം ഒന്ന് ഞെട്ടിക്കൊണ്ട് അത് വീണ്ടും കയറ്റും. അപ്പോഴാണെങ്കിലോ സീമു പിന്നെയും അതഴിക്കും. അവൻ പേടിച്ചിട്ട് ഇതിനോട് വല്ല പ്രേതമൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് വേഗം കട്ടിലിൽ കയറി കടന്നിട്ട് പുതപ്പൊക്കെ എടുത്ത് മൂട്ടി പുതയ്ക്കും. നീ ആള് കൊള്ളാലോ, ഞാനെന്തായാലും ഇപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞ് സീമ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ആ ചെറിയ കുട്ടിയുടെയൊക്കെ ആത്മാവിനെടുത്ത പ്രേതം ഉണ്ടാവില്ലേ, അതവിടുന്ന് വീണ്ടും രക്ഷപ്പെട്ടു പോകാൻ നോക്കും. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് യാനും വരുന്നതും. യാനുണ്ടല്ലോ സീമുവിനെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോസ്റ്റ് അവനാണ്. അവനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. നീ ഇതുവരെ അടങ്ങിയില്ലേ, നിന്നെ എങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്ന് എനിക്കറിയാം എന്ന് അവൻ പറയുമ്പോൾ ആ പെൺപ്രേതം അവനെയും അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. എന്നാൽ അവനൊന്ന് കണ്ണ് കാണിക്കുമ്പോഴേക്കും അവൾ പേടിച്ച് അവിടെ തന്നെ വീഴും. ഇനി ഒളിഞ്ഞു നിൽക്കാതെ ഇങ്ങോട്ട് വാടാ എന്ന് പറയുമ്പോൾ അവളുടെ ലവറായ നേരത്തെ കണ്ട അസിസ്റ്റന്റ് ചെക്കനില്ലേ, അവൻ അങ്ങോട്ട് വരും. നിനക്കിനായി ഒരവസരം തരാം, ഒന്നുകിൽ ഇവളെ കൊല്ലും, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇവിടെ വെച്ച് തന്നെ കൊല്ലും എന്നവൻ പറയുമ്പോൾ അവനാണെങ്കിലോ സ്നേഹത്തോടെ ആ പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ വരും. പക്ഷേ അതിനിടയിലൂടെ തന്നെ അവളെ കത്തിക്കുത്തി കൊല്ലു. നീ സ്പിരിറ്റായിരിക്കുമ്പോൾ ഞാനല്ലേ നിന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മെല്ലെ മെല്ലെ ചാമ്പലായി പോകുകയും ചെയ്യും. അത് കേട്ട് അവനും ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ അവിടെ നിന്ന് പോയിരുന്നു. ഇതേ സമയം സീമുവും ധുവാൻഷുവും കൂടി സേനാധിപന്മാരില്ലേ, അവരുടെയൊക്കെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോവുകയായിരുന്നു. ഇവളാണ് കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മളെ സഹായിച്ചത്. ഇവൾ നേരെ വെതറൊക്കെ നോക്കി പറഞ്ഞതുകൊണ്ടാണ് നമുക്കന്ന് ജയിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ധുവാൻഷു അവളെ അവിടെയുള്ളവരോട് പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെയുള്ള സേനാധിപന്മാരൊക്കെ അവളോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ അവർ യുദ്ധം ചെയ്തു, ജയിക്കുകയും ചെയ്തു. പക്ഷേ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ എന്തായാലും മരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് അതൊക്കെ പരീക്ഷിച്ചു നോക്കാമെന്ന് ധുവാൻഷു പറയുന്നു. എന്നാൽ ആർക്കും ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യുദ്ധം ചെയ്തപ്പോൾ ചുവന്ന പറവയ്ക്ക് വന്നില്ലേ, അതൊക്കെ ആരുടെ ഐഡിയ ആണ്, ആരാണ് പറഞ്ഞത് എന്നൊക്കെ ധുവാൻഷുവിനോട് എല്ലാവരും ചോദിക്കുന്നു. നമ്മുടെ എതിരാളികൾക്ക് ആ ചുവന്ന പറവകൾ കാണുന്നത് അപശകനമാണെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ആളുകളെ വിട്ട് കുറേ പറവകളെ പിടിച്ചുകൊടുന്ന് അതിലൊക്കെ ചുവന്ന പെയിന്റ് അടിച്ചു എന്ന് ധുവാൻഷു പറയുന്നു. ഇവന് ആ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ, അതോ ഇനി ഇവനാ നാട്ടുകാരനാണോ എന്നൊക്കെ സീമ മനസ്സിൽ വിചാരിക്കുന്നു. പക്ഷേ ഒന്നും പറയുന്നുമില്ല. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയൂ സീമു എന്ന് ധുവാൻഷു ചോദിക്കുന്നു. പുഴയിലെ വെള്ളമെല്ലാം ഇപ്പോൾ മഞ്ഞുകൊണ്ട് ഫ്രീസായി കിടക്കുകയല്ലേ, അത് നമുക്ക് പൊട്ടിച്ചു കളയാം എന്ന് സീമു പറയുമ്പോൾ അതെങ്ങനെയാ, ഈ മഞ്ഞിൽ നമുക്കത് പൊട്ടിക്കാൻ കഴിയില്ലല്ലോ എന്ന് അവരും ചോദിക്കുന്നു. ടെമ്പറേച്ചർ നല്ല കുറവായതുകൊണ്ടാണ് അവരിപ്പോൾ നമ്മൾ ഈസിയായി അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. പക്ഷേ എപ്പോഴും ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേയിരിക്കില്ല. ഇപ്പോൾ നമ്മളത് പൊട്ടിച്ചു കളയുകയാണെങ്കിൽ ഇനി എന്തായാലും കുറഞ്ഞൊരു 10 ദിവസമെങ്കിലും എടുക്കും അത് വീണ്ടും മഞ്ഞായി വരാൻ. അതുവരെ അവർ എന്തായാലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് സീമു പറയുന്നു. ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് കമാൻഡർ വു പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ തന്നെ മറ്റൊരു ഐഡിയ പറയൂ, ഇപ്പോൾ നമുക്ക് ഇവളെ വിശ്വസിക്കല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ധുവാൻഷു പറയുന്നു. ആദ്യമൊക്കെ എല്ലാവർക്കും അത് കേട്ട് സംശയം തോന്നിയെങ്കിലും പിന്നീട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. ഒടുവിൽ കമാൻഡർ വുവും സപ്പോർട്ട് ചെയ്യുന്നു. സീമുവിനെ തിരികെ പറഞ്ഞയക്കാനായി കൊണ്ടുവന്നതായിരുന്നു ധുവാൻഷു. അവൻ്റെ കോട്ടൊക്കെ അവൾക്ക് ഇട്ടുകൊടുക്കുന്നൊക്കെയുണ്ട്. യുദ്ധം ചെയ്യുന്നതൊക്കെ ഭയങ്കര കഷ്ടമാണല്ലേ, എല്ലാവരും നിന്നെ എന്തായാലും നന്നായി വിശ്വസിക്കുന്നുണ്ട്, നീ അതിന് മാത്രം എന്തൊക്കെയാണ് ചെയ്തത് എല്ലാവരും വിശ്വസിക്കാൻ എന്ന് സീമു ചോദിക്കുമ്പോൾ നീയും എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ധുവാൻഷു തിരികെ ചോദിക്കുന്നു. ആ ഉണ്ടല്ലോ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുകയല്ലേ, അതുകൊണ്ട് നന്നായി വിശ്വസിക്കുന്നുണ്ട് എന്ന് സീമുവും പറയുന്നു. നിന്നെപ്പോലെയുള്ള ഒരാളുടെ സ്നേഹം കിട്ടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല, എനിക്കെന്നല്ല ആർക്കും, മനുഷ്യന് പോലുമില്ല. നീ എന്താ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ട് അവള് വണ്ടിയിൽ കയറ്റുന്നു. അവളാണെങ്കിൽ അതിൻ്റെ കർട്ടനൊക്കെ മാറ്റി നോക്കി. ഇവൻ വളരെ നല്ലൊരാളാണല്ലോ, എല്ലാവരോടും എന്ത് കൈൻഡ് ഹാർട്ടായിട്ടാണ് സംസാരിക്കുന്നത്, ഇവൻ ശരിക്കും ആരാണ്, എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ധുവാൻഷു ഉള്ളിലേക്ക് വരുമ്പോൾ ആ ലിങ്ക് വന്നിട്ട് നമ്മൾ മുൻപ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് ഓർമ്മയുണ്ടാവില്ലേ എന്ന് ധുവാൻഷുവും തിരിച്ചു ചോദിക്കുന്നു. ഇല്ല, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ഞാൻ പഴയതൊക്കെ മറന്നുപോയി, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത്. ഇല്ല, നമ്മളങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ധുവാൻഷു അവിടെ നിന്ന് പോകുന്നു. സീമു ആണെങ്കിലോ വീട്ടിലിരിക്കുമ്പോൾ ആ യാൻ വന്നിട്ട് നീയല്ലേ മനുഷ്യന്മാർ ചായ ഉണ്ടാക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞത്,
എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊടുക്കുന്നു. എന്തായാലും എനിക്കൊരു ചായ ഇട്ടുതാ എന്നവൻ പറയുമ്പോൾ സീമു അവളുടെ മന്ത്രം ഉപയോഗിച്ച് ഒരു ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. നീ ഇപ്പോൾ മനുഷ്യൻ്റെ ബോഡിയിലല്ലേ ഉള്ളത്, അതുകൊണ്ട് നിനക്ക് നല്ല ക്ഷീണമുണ്ടാകും, റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു. സീമു ആണെങ്കിലോ അപ്പോൾ തന്നെ ആ ബോഡി അവിടെ ഇട്ട് അവളുടെ ആത്മാവ് മാത്രമായി പുറത്തേക്ക് പോകും. അന്നു തന്നെയായിരുന്നു സീമു പറഞ്ഞ പോലെ അവർ ആ പുഴയിലെ ഐസൊക്കെ പൊട്ടിക്കുന്നത്. അവിടെയും ഇവിടെയുമൊക്കെ ബോംബൊക്കെ വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. ആ സമയത്ത് തന്നെ സീമു നേരെ ദുവാൻഷുവിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ സീമു എന്ന് അവൻ വിളിച്ചു. എന്താ, നിനക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അവൾ അതിശയത്തോടെ ചോദിക്കുമ്പോൾ അവനൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ വേറെ എവിടെയോ ആണ് നോക്കുന്നത്. ഓ, അപ്പം നിനക്കെന്നെ മനസ്സിലായിട്ടില്ല അല്ലേ എന്ന് അവൾ മനസ്സിൽ വിചാരിക്കും. അപ്പോഴേക്കും ദുവാൻഷു എന്ത് ചെയ്യാനായിട്ട് അവിടെ നിന്നോടും. സീമു മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ആത്മാവിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കും അവൻ പോവുക. അവൻ പോയി കഴിയുന്നതും സീമുവിൻ്റെ ഉള്ളിൽ നിന്നും മുത്തുപോലെ എന്തോ ഒന്ന് പുറത്തേക്ക് വരും. അപ്പോഴാണ് അവൾക്ക് പണ്ടൊരു മുത്തശ്ശി പറഞ്ഞത് ഓർമ്മ വന്നത്. എന്നെ സഹായിക്കാൻ വരുന്ന ആളെ തിരിച്ചറിയാൻ ഒരു മുത്ത് നിനക്ക് അടയാളം തരുമെന്ന്. ദുവാൻഷുവാണോ അപ്പോൾ എന്നെ സഹായിക്കാമെന്ന ആൾ? അവനാണോ എനിക്ക് എല്ലാ സെൻസും തരാൻ പോകുന്നത്, എൻ്റെ ഇരുണ്ട ജീവിതം വെളിച്ചത്തിലാക്കാൻ പോകുന്നത്? ദുവാൻഷുവാണോ എന്നൊക്കെ അവൾ മനസ്സിൽ ചിന്തിക്കുന്നു. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ പാർട്ട് തീരുന്നത്. അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.